നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 166ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു വലിയ കലാകാരൻ ശ്രീ എൻ ഗോവിന്ദൻകുട്ടി നാടകവും കഥകളും തിരക്കഥകളും ഒക്കെ എഴുതിയ നടനും ഒക്കെയായ ഒരു വലിയ പ്രതിഭ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉദയ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. ഒരു മഞ്ഞ ടീഷർട്ടും കൈയും ഉടുത്ത് അവിടുത്തെ ഒരു ചെറിയൊരു വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലത്തിനരികെ ഒരു കല്ലിൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നു. നമസ്കാരം ചേട്ടാ എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. ആരാ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആ വലിയ നടനുമായി കുറേയേറെ നേരം സംസാരിച്ചിരുന്നു. എന്നെ ഇന്നും അതിശയിപ്പിക്കുന്നത് തിരക്കഥ എന്നതിന് ഇന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെ നൂറുകണക്കിന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ രാജ്യാന്തര തലത്തിലും പുറത്തുമൊക്കെ ആയിട്ടുണ്ട്. 24ഓളം വടക്കൻ പാട്ടുകൾക്ക് തിരക്കഥ എഴുതിയ ഒരു വലിയ വ്യക്തിത്വം. പടയോട്ടം, ഉദയയുടെ സംഗീതം ചിത്രമായിട്ടുള്ള തച്ചോളി അമ്പു, ഇതിനൊക്കെ തിരക്കഥ എഴുതിയ ഒരു വലിയ കലാകാരൻ. 24ഓളം ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നു. 150ഓളം ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിരുന്നു. കൂടുതലും വില്ലൻ വേഷങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണ്, ആ കണ്ണുകളുടെ നോട്ടത്തിലൂടെയാണ് ഒരു വില്ലൻ്റെ ഭാവം വരുന്നത്. ഒരു പൂവിൻ്റെ നൈർമല്യം പോലെ, ഒന്ന് തൊട്ടാൽ ഉടഞ്ഞു പോകുന്ന ഒരു കണ്ണാടി ചില്ല് പോലെ, ഒന്ന് തള്ളിയാൽ മറിഞ്ഞു വീഴുന്ന റോസാ ചെടി പോലെ. എന്തൊരു വലിയ മനസ്സിൻ്റെ ഉടമയാണ്. സത്യത്തിൽ ഇത് പറയുമ്പോഴും ഞാൻ ചിരിക്കുന്നത് മറ്റൊന്നുമല്ല. കാണുമ്പോൾ വില്ലനാണെങ്കിലും ഇത്രയും ശുദ്ധഹൃദയമുള്ള, ആഢ്യത്വമുള്ള, അറിവുള്ള, കഴിവുള്ള ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളോട്